നമുക്ക് NDA ക്യാമ്പിലേക്ക് ഒന്ന് പോകാം. VS രഞ്ജിത്ത്, NDAക്ക് തികച്ചും പ്രതീക്ഷ നൽകുന്ന ആത്മവിശ്വാസം കൂട്ടുന്ന ഒരു ഘടകമാണ് ലോക്സഭയിലേക്കുള്ള അക്കൗണ്ട് ഓപ്പണിംഗ്. അതോടൊപ്പം തന്നെ നേരത്തെ അക്കൗണ്ട് ഇരുമുന്നണികളും ചേർന്ന് ക്ലോസ് ചെയ്ത നേമത്തെ വൻ മുന്നേറ്റം അത് രാജീവ് ചന്ദ്രശേഖർ നേടിയെടുക്കുമ്പോൾ അതും വലിയ ആത്മവിശ്വാസം നൽകുന്നു. അതിനേക്കാളും മുകളിലാണ് ഈ 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്തെത്തുക, 8 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തുക. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ഒരു വിജയം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് NDA എത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ അവർ വിലയിരുത്തുന്നത്? രഞ്ജിത്ത്, സുജിയ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വേറൊരു പാറ്റേൺ ഓഫ് വോട്ടിങ്ങും രാഷ്ട്രീയവും ഒക്കെ ആയിരിക്കും. പക്ഷേ BJP സംസ്ഥാന നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അവർ 2 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പിച്ചതായിരുന്നു, തിരുവനന്തപുരത്ത് അതുപോലെ തൃശ്ശൂരും. തൃശ്ശൂർ വളരെ കംഫർട്ടബിളായ മെജോറിറ്റിയിൽ BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചു കയറി. പക്ഷേ തിരുവനന്തപുരത്ത് അല്പം അവർ പ്രതീക്ഷിച്ചത്ര ചില മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കാൻ സാധിച്ചില്ല. എങ്കിൽ കൂടി നഗരമണ്ഡലങ്ങളിൽ BJP കാഴ്ചവെച്ച പെർഫോമൻസ് അത് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും മികച്ചതായിരുന്നു. ഉദാഹരണത്തിന് കഴക്കൂട്ടം മാത്രം പരിശോധിച്ചാൽ മതി. അതായത് BJP കണക്ക് കൂട്ടിയത് നഗരമണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിനും 15,000 വോട്ട് വീതം ഭൂരിപക്ഷം പിടിച്ച് ഒരു 60,000-ൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് നഗരമണ്ഡലങ്ങളിൽ എത്തിയാൽ ഗ്രാമീണ മേഖലയായിട്ടുള്ള പാറശാലയിലും കോവളത്തുമൊക്കെ ഒരല്പം വോട്ട് കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു. അതിൽ ഈ പറയുന്ന പോലെ കഴക്കൂട്ടവും നേമവും BJPക്കൊപ്പം നിന്നു. കഴക്കൂട്ടത്തും നേമത്തും നല്ല വോട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരം സെൻട്രലിലെത്തിയപ്പോഴേക്കും BJP പ്രതീക്ഷിച്ച പോലെ ഒരു പെർഫോമൻസ് അവിടേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടി തിരുവനന്തപുരം സെൻട്രലും നല്ല വോട്ടിംഗ് ഉണ്ട്. പക്ഷേ അവിടെ 1-ാം സ്ഥാനത്തെത്താനോ ലീഡ് ഉയർത്താനോ സാധിച്ചില്ല. അതുപോലെ വട്ടിയൂർക്കാവിലും പ്രതീക്ഷിച്ച പോലെ ഒരു ലീഡ് ഉണ്ടായില്ല. കഴക്കൂട്ടത്ത് പക്ഷേ 15,000 പ്രതീക്ഷിച്ചെടുത്ത് 22,000-ആയി. നേമത്ത് 15,000 പ്രതീക്ഷിച്ചെടുത്ത് അതിനേക്കാൾ കൂടുതൽ 22,000 30,000-ത്തോളം അടുത്തെത്തി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരുവനന്തപുരത്തെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരം സീറ്റ് കൂടി BJPയുടെ കയ്യിൽ പോകുന്നതിനെ, അവിടെ കൂടി താമര വിരിഞ്ഞേനെ. ഈ തിരുവനന്തപുരത്ത് വോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അത് പക്ക രാഷ്ട്രീയ വോട്ടുകളാണ്. BJPയുടെ അക്കൗണ്ടിൽ തന്നെ വീഴേണ്ട, BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് ഈ നഗരമണ്ഡലങ്ങളിൽ BJP കാഴ്ചവെച്ച പെർഫോമൻസ് BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാവുന്ന, പ്രതീക്ഷ വെക്കാവുന്ന. അതുകൊണ്ട് ആറ്റിങ്ങലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആറ്റിങ്ങലിലൊക്കെ CPMൻ്റെ കോട്ടകളാണ്. അവിടെ കാട്ടാക്കടയിൽ കഴിഞ്ഞ തവണ PK കൃഷ്ണദാസ് പരാജയപ്പെട്ട കാട്ടാക്കടയിൽ ഇത്തവണ 4,500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതുപോലെ ചിറയിൻകീഴും BJP മുന്നിലെത്തി. ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏകദേശം 5 സീറ്റുകളിൽ ഇവർക്ക് 1-ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലും അതുപോലെ 1-ാം സ്ഥാനത്തുള്ള ഒല്ലൂര്, മണലൂർ, നാട്ടിക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ BJP 1-ാം സ്ഥാനത്തെത്തി. തൃശ്ശൂരിൽ പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവമാണ്, അത് എത്രത്തോളം രാഷ്ട്രീയ വോട്ടായി മാറും എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ രഞ്ജിത്ത് നടത്തുമ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ വിജയത്തിന് പിന്നിൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്ന വാദം തള്ളി BJP ഔദ്യോഗിക നേതൃത്വം രംഗത്ത് വന്നു. BJPയുടെ മുന്നേറ്റത്തിന് കാരണം സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ സംഘാടന മികവാണെന്ന് ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അഭിനന്ദനം. നേതൃമാറ്റ ചർച്ചകൾ അന്തഃപുരത്തിൽ പുരോഗമിക്കുമ്പോഴാണ് K. സുരേന്ദ്രന്റെ സംഘാടനത്തെ പുകഴ്ത്തി ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തിയത്. തൃശ്ശൂരിലെ വിജയത്തിനും സംസ്ഥാനത്തെ വോട്ട് വർധനവിനും കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ സംഘടനാ മികവാണ്. സുരേന്ദ്രന്റെ പ്രേരണയും പ്രചോദനവും പ്രവർത്തകർക്ക് ഊർജ്ജമായെന്നും BJPയുടെ ഫേസ്ബുക്ക് പേജിലെ കുറിപ്പിൽ പറയുന്നു. തൃശ്ശൂരിൽ രാഷ്ട്രീയ വിജയമല്ലെന്ന് സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിരുന്നു. വ്യക്തിപ്രഭാവമാണ് തൃശ്ശൂരിലെ വിജയത്തിന്റെ കാരണമെന്ന് CPMും കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു. ഇതിന് മറുപടിയായി കൂടിയാണ് K. സുരേന്ദ്രന്റെ സംഘടനാ പാടവത്തെ പുകഴ്ത്തി ഔദ്യോഗിക പേജിൽ അഭിനന്ദനമെത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ അഴിച്ചുപണി എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ K. സുരേന്ദ്രന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതാണ് അവകാശവാദം. അധ്യക്ഷ പദത്തിൽ നിന്നൊഴിയുമ്പോൾ സംഘടനാ മികവിന് പകരം രാജ്യസഭാ സീറ്റെങ്കിലും K. സുരേന്ദ്രൻ അവകാശപ്പെടാം. സുരേന്ദ്രന് പകരം V. മുരളീധരൻ തിരിച്ചെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ശോഭാ സുരേന്ദ്രനും MT രമേശും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ആലപ്പുഴയിലെ മുന്നേറ്റവും വനിതാ പരിഗണനയും ശോഭയ്ക്ക് തുണയാകും. പാർട്ടിയിലെ സീനിയോറിറ്റിയും RSS പിന്തുണയും MT രമേശിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ സംസ്ഥാനത്തെ മിന്നും വിജയത്തിൻ്റെ തിളക്കത്തിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്നും ഒരു വിഭാഗം അവകാശപ്പെടുന്നു. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ചയും പത്തനംതിട്ടയിലെ തിരിച്ചടിയും ചർച്ചയാക്കണമെന്നും പാർട്ടിക്കുള്ളിൽ അഭിപ്രായമുണ്ട്. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.